ഈ ഫോൺ കൊണ്ട് തന്നത് ഒരു ബംഗാളി കസ്റ്റമറാണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് കംപ്ലൈൻ്റ് ആണ്. കാര്യം ശരിയാണ്, സ്വിച്ച് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് മാറി തരാമെന്ന് പറഞ്ഞു. ഉടനെ കസ്റ്റമർ നമ്മളോട് പറഞ്ഞു സ്വിച്ച് മാത്രമല്ല ഡിസ്പ്ലേയും കൂടെ അങ്ങ് മാറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഡിസ്പ്ലേ ഫുള്ളായിട്ട് ചെക്ക് ചെയ്ത സമയത്ത് പ്രോപ്പറായിട്ട് ടച്ചും കാര്യങ്ങളൊക്കെ പിടിക്കുന്നു. ഡിസ്പ്ലേക്ക് പൊട്ടലോ ചീറ്റലോ ഒന്നുമില്ല. അങ്ങനെ വരുമ്പോഴുള്ള സാധാരണഗതി നമ്മൾ ഡിസ്പ്ലേ മാറുന്നത്. ഇതെന്തും കൊണ്ട് അങ്ങനെ മാറുന്നതെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞ ഇത്രേ ഉള്ളൂ, ഒരു പൂച്ച നക്കിയ പുള്ളിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അതാണ് പ്രശ്നം. ഡിസ്പ്ലേയിൽ ഒരു പൂച്ച നക്കി, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ മാറിക്കോളാൻ പറഞ്ഞു. പിന്നെ ബംഗാൾ ഭായിമാരോട് ഒത്തിരി നമുക്ക് സംസാരിച്ചുകൊണ്ട് നിന്ന് മെനക്കെടാൻ വയ്യ. അതുകൊണ്ട് അവർ പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ പുതിയ ഡിസ്പ്ലേ മേടിച്ച് മാറാമെന്ന് തീരുമാനിച്ചു. എന്തായാലും പഴയ ഡിസ്പ്ലേ പൂച്ച നോക്കിയോ പട്ടി നോക്കിയതൊക്കെ ഇഷ്ടപ്പെട്ട ഒത്തിരി പേര് കാണുമായിരിക്കും, പാവപ്പെട്ടവർക്ക്. അവർക്ക് ആർക്കെങ്കിലും നമ്മളിത് ഫ്രീ ആയിട്ട് അങ്ങ് മാറിക്കൊടുക്കും. ഇനി നമ്മൾ മാറായിരുന്നിട്ട് പുള്ളിക്ക് പൂച്ച നോക്കിയതല്ലേ, വേറെ എന്തെങ്കിലും വന്നാൽ എന്നാ പറ്റും? എന്തായാലും പുള്ളിക്ക് നമ്മൾ ജോഷിൻ്റെ ഡിസ്പ്ലേ മേടിച്ചിട്ടുണ്ട്. എന്തായാലും അതൊക്കെ ഇട്ട് നമ്മൾ സ്വിച്ചൊക്കെ മാറി പക്കാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം പുള്ളിയുടെ ഈ ഫോണിൽ മുഴുവത്തോടെ പൂച്ച നോക്കാൻ നന്നായി. എന്തായാലും പുള്ളി പുതിയ ഫോൺ മേടിക്കേണ്ടി വന്നേനെ. എന്തായാലും ഡിസ്പ്ലേയിലായത് നന്നായി. ഇങ്ങനെയുള്ള മനുഷ്യർ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്.